ഹലോ, റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ റോഷോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റ പ്രൊഫൈലിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനത് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഫീൽഡിൽ പിന്നും അവരുടെ വീഡിയോസ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ട്രിവാൻഡ്രം ബേസ്ഡ് എനിക്ക് തോന്നുന്നൊരു ടെമ്പററി സ്റ്റോളാണ്. അതായത് പല കഫേൻ്റെ ഫ്രണ്ടിലും അവർക്ക് സ്പേസ് കിട്ടുന്നതനുസരിച്ച് അവരവിടെ ടെമ്പററി ആയിട്ട് സ്റ്റോൾ ഇട്ടിട്ട് ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ, ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ എന്ന് പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ, ആ ടൈമിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഡെസേർട്ട്സിൽ നമുക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിലുണ്ടായിരുന്ന ആ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ട്രിവാൻഡ്രം പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾ ഇന്ന് സ്റ്റോൾ ഇടുന്നത്. അപ്പോൾ ഞാൻ ആ പോയിൻ്റ് അന്നത്തെ ദിവസം അങ്ങനെ അവർ സ്റ്റോളൊന്നും എവിടെയും സ്പേസ് കിട്ടിയിട്ടില്ലായിരുന്നു ഇടാനായിട്ട്. അപ്പോൾ അത് കാരണം അവർ പറഞ്ഞു, നിങ്ങൾ മെനു ഞാൻ സെൻഡ് ചെയ്ത് തരാം, അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ പറയുന്ന ടൈമിൽ ഞാനൊരു ലൊക്കേഷൻ പറയാം, ആ ലൊക്കേഷനിൽ ഞാൻ വന്ന് നിന്നാൽ നിങ്ങൾക്കത് വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമ്പലമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അവിടെ ആയിരുന്നു ഞാൻ ട്രിവാൻഡ്രത്ത് ഞാനും വിഷ്ണുവും കൂടി ഞങ്ങളൊരാവശ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അമ്പലമുക്കിൽ പോയിട്ട് നമ്മൾ പറഞ്ഞ ടൈമിൽ ചെന്ന് ഇത് കളക്ട് ചെയ്തു കേട്ടോ. ഈ രണ്ട് സാധനങ്ങളാണ്, ഒന്ന് ട്രിപ്പിൾ ചോക്ലേറ്റ് കവേർഡ് ഇൻ സ്ട്രോബെറിയും, രണ്ടാമത്തത് ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്കുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ട്രൈ ചെയ്തത്. മുന്നും ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ നാട്ടിൽ തന്നെയുള്ള പല ഷോപ്പിൽ നിന്നുള്ള ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഈ വട്ടം ഈ വീഡിയോസൊക്കെ പലരുടെയും വീഡിയോസ് കണ്ടിട്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം, കാരണം എനിക്ക് അത്രയ്ക്കും മധുരം ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീഡിയോസ് കാണുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സ്ട്രോബെറി ഫാൻ ആയതുകൊണ്ട് ഞാൻ സ്ട്രോബെറി കവേർഡ് ഇൻ ട്രിപ്പിൾ ചോക്ലേറ്റ് കഴിച്ചു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ വിഷ്ണു ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വീറ്റ് ടൂത്ത് ഉള്ള ഒരാളൊന്നുമല്ല, അതുകൊണ്ട് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ പോലെ ഓ വാവ് സൂപ്പർ എന്നൊന്നും വിഷ്ണു അങ്ങനെ എക്സ്പ്രഷൻ ഇടില്ല. വിഷ്ണു അങ്ങനെ നോർമൽ ഭയങ്കര ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ ഞാനിങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. സ്ട്രോബെറി മൊത്തം കഴിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ മിൽക്ക് കേക്ക് കഴിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മിൽക്ക് കേക്ക് എടുത്തു. മിൽക്ക് കേക്ക് എടുത്ത് ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായി. പക്ഷേ ഇത് രണ്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ സ്ട്രോബെറി ആണ്, ബിക്കോസ് ഞാനൊരു വലിയ അവിഡ് സ്ട്രോബെറി ഫാനാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ടും ഇതുവരെയും ഇത് കണ്ടിട്ടില്ലാത്തവർ, അറിഞ്ഞിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം അവരുടെ കോൺടാക്ട് നമ്പർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചിൽഡ്രൻ ടേക്ക്